അപ്പോൾ എല്ലാവർക്കും റീനാസ് വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ഫേസ് പാക്ക് ആയിട്ടാണ്. ഇപ്പോൾ എല്ലാവരും നമ്മൾ ബ്യൂട്ടി പാർലറിൽ മേക്കപ്പിന് പോയാലൊക്കെ നമ്മുടെ ആഗ്രഹം നല്ല ഗ്ലോ വേണം, നല്ല ഗ്ലാസ് പോലെ ഇരിക്കണം മുഖം എന്നൊക്കെ പറയാറ്. കൊറിയൻകാരുടെ മുഖം കണ്ടിട്ടില്ല. അപ്പോൾ കൊറിയൻകാരുടെ ഏറ്റവും നല്ല ഒരു സംഭവമാണ് അവർ ചെയ്യണതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഞാനൊരു ചാനലിൽ ഇത് കണ്ടതാണ്. അപ്പം ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വല്ല ഫംഗ്ഷനൊക്കെ പോകണേക്കാട്ടി പിന്നെ ചെയ്ത് നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക്. അപ്പോൾ ഞാനിത് എന്തൊക്കെയാണ് സാധനങ്ങൾ എന്ന് പറയുക. അപ്പോൾ അത് കാണുന്നതിന് മുമ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനൊപ്പം നമ്മുടെ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാം. വേറൊന്നുമല്ല, നമ്മുടെ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം എടുത്ത് വയ്ക്കുക. കാലത്ത് ചോറ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഒന്ന് എടുത്ത് വയ്ക്കുക. ഇത് മുഖം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. എൻ്റെ കോട്ടൺ ഇല്ലാത്ത കാരണം ഞാനൊരു തുണി വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതൊന്ന് മുക്കിയിട്ട് ഒന്ന് നന്നായി മുഖം തുടച്ചെടുക്കുക. കഞ്ഞിവെള്ളം നല്ല ഒരു ഗ്ലോ കിട്ടാൻ പറ്റുന്നതാണ്. കണ്ട തേക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ മുഖമൊക്കെ നന്നായി കഞ്ഞിവെള്ളം കൊണ്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയണത് നമ്മുടെ അരിപ്പൊടിയാണ്. നമ്മുടെ സ്വന്തം അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇല്ലാത്തൊരു കേസില്ല. കാരണം എന്താ വെച്ചാൽ അരിപ്പൊടി നമ്മുടെ ഫേസിന് അത്രയ്ക്കും നല്ലതാണ്. അപ്പോൾ അരിപ്പൊടി എടുക്കുക, നമ്മുടെ കഞ്ഞിവെള്ളം എടുക്കുക. കഞ്ഞിവെള്ളം എടുക്കുക, നന്നായി മിക്സ് ചെയ്യുക. മുഖത്ത് അപ്ലൈ ചെയ്യുക. എല്ലാം കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ മുഖത്തിന് ഏറ്റവും നല്ലത് കേട്ടോ. കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുക. കഞ്ഞിവെള്ളം, അരിപ്പൊടി. രണ്ടാമത്തെ സ്റ്റേജ്. ഒന്നാമത്തെ സ്റ്റേജ് നമ്മൾ പറഞ്ഞത് കഞ്ഞിവെള്ളം കൊണ്ട് മുഖം നന്നായി വൃത്തിയാക്കുക. അതിനുശേഷം കഞ്ഞിവെള്ളം അരിപ്പൊടിയും കൂടിയിട്ട് സ്ക്രബിന് ഉപയോഗിക്കുക. നന്നായി സ്ക്രബ് ചെയ്യണം. തിരി ബലം അധികം പ്രയോഗിക്കാണ്ട് മെല്ലെ ഒന്ന് ഇതാക്കിയിട്ട് സ്ക്രബ് ചെയ്യുക. അടുത്ത് നന്നായി സ്ക്രബ് ചെയ്യുക. തുടച്ചാൽ മതി, കഴുകണമെന്നില്ല. കാരണം ഇനി നമുക്ക് ചെയ്യാണ്ടല്ലോ. നന്നായി തുടച്ചു. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത് ചെയ്യേണ്ടത് മസാജാണ്. അപ്പോൾ അതിന് വേണ്ടത് ആദ്യം കുറച്ച് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല്, അതിനുശേഷം കുറച്ച് കഞ്ഞിവെള്ളം. തേനുണ്ടെങ്കിൽ കുറച്ച് തേൻ ചേർക്കുക. ഇതിൽ തേനുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തേൻ ചേർത്തു. തേൻ നല്ലതാണ് നമ്മുടെ ഫേസിന് കേട്ടോ. തേന് നന്നായി മസാജ് ചെയ്യുക. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം മസാജ് ചെയ്യാൻ. നന്നായി ഇളക്കി ഒലിപ്പിച്ചിട്ട്. കറ്റാർവാഴ ജെല്ല് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചതാണ്. വാങ്ങിക്കുന്നതായാലും കുഴപ്പമൊന്നുമില്ല. നന്നായി ഒഴിച്ചതിന് ശേഷം മൊത്തത്തിൽ ഒഴിച്ചു. മസാജ് ചെയ്യുക. തുടയ്ക്കുക. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഫേസ് പാക്കാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് അരിപ്പൊടി, പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി, പിന്നെ തൈര് നമ്മുടെ മുഖത്തിന് എല്ലാ ദിവസവും തേക്കണം നല്ലതാണ്. നമ്മുടെ തൈര് അത്രയ്ക്ക് നല്ല സാധനമാണ്. നമ്മുടെ തൈര്, പിന്നെ കഞ്ഞിവെള്ളം ഇല്ലാത്തൊരു കേസും ഇല്ല കേട്ടതിൽ. കഞ്ഞിവെള്ളം, പിന്നെ തേന്. ഇതുപോലെ ഒരു പരുവത്തിലെടുക്കണം. അധികം കട്ടിയാവാൻ പാടില്ല, അധികം വെള്ളം പോലെ ആവാനും പാടില്ല. ഫേസ് പാക്കാണ്. നമ്മുടെ ഫേസ് പാക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം.
സുഖാട്ടോ തൈരിൻ്റെ തണുപ്പും. കഞ്ഞിവെള്ളം തണുപ്പ് തന്നെയാണ് നമ്മുടെ മുഖത്തിന്. അപ്പോൾ ഞാൻ ഇതെല്ലായിടത്തും ഞാൻ തേച്ചിട്ടുണ്ട്, ഫേസ് പാക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ നിന്നതിന് ശേഷം നമുക്കിത് കഴുകി കളയാം. പെട്ടെന്ന് വെളുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് ഓരോ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ പെട്ടെന്ന് വെളുക്കൊക്കെ ചെയ്യും, പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് കുറച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ ഫേസിൽ കാണാൻ പറ്റുക. ഇതൊക്കെ എന്നാകുമ്പോൾ നമുക്ക് ഒന്നും പേടിക്കാനില്ല, ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളുമാണ്, പൈസയ്ക്കും ചിലവില്ല. നമുക്ക് കാലകാലത്തോളം നമ്മുടെ മുഖത്തിന് യാതൊരു കേടും ഉണ്ടാവില്ല. അപ്പോൾ ധൈര്യമായിട്ട് ഇത് എല്ലാവർക്കും യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇത് കഴുകാം. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്, നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരയ്ക്കും ബൈ ബൈ.